ഹായ് ഫ്രണ്ട്സ്, ഞാൻ അക്സായി ഫ്രം അക്സാ വോയ്സ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഏഴംകുളം ദേവീക്ഷേത്രത്തിൽ പരിപാടി കാണാനാണ് ഇത് കാണാനും ഇത് നിങ്ങളിലേക്ക് എത്തിക്കാനുമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ട്. അതിനായി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: അക്സാ വോയ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഏഴംകുളത്തമ്മയെ ചേലേഴും കൊടുങ്ങല്ലൂരംബികയെ, ഏഴംകുളത്തമ്മയെ ചേലേഴും കൊടുങ്ങല്ലൂരംബികയെ, നേരിന്നു പൊരുളായ സകലേശ്വരി എന്നും പാരിന്നു തണലേകം ഭുവനേശ്വരി, നേരിന്നു പൊരുളായ സകലേശ്വരി. ഇപ്പോ നമ്മൾ നിൽക്കുന്നത് ഏഴംകുളം ദേവീക്ഷേത്രത്തിലാണ്. ഈ തൂക്കത്തെ പറ്റിയും എല്ലാത്തിനെയും പറ്റിയും ഏഴംകുളത്തമ്മ എല്ലാവരെയും അനുഗ്രഹിക്കും. അമ്മയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ വന്ന് ദർശനം നടത്തി മടങ്ങുന്ന എല്ലാവരെയും, ഈ കരകളിലും മറ്റു കരകളിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന ഈ തൂക്ക അമ്മയുടെ ഒരു ഉത്സവത്തിലൊക്കെ പങ്കെടുത്ത് നടങ്ങുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ മത്സരാണ്. പെരിങ്ങനാട് രാധാകൃഷ്ണനാണ് സാധാരണ അറിയാറുള്ളത്. ഞാൻ താമസം പെരിങ്ങനാടാണെങ്കിലും ഞാൻ ജനിച്ചു വളർന്ന മണ്ണ് ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ തൊട്ട് വടക്ക് ആ ഒരു മലയുണ്ട്, ആ ഭാഗത്തായിരുന്നു അമ്മയുടെ തറവാട്. ഞാനിവിടെ നിന്ന് പോയിട്ട് കുറേ കാലമായി. എങ്കിലും എല്ലാ വർഷവും മുടങ്ങാതെ കുംഭഭരണി മഹോത്സവത്തിൽ പങ്കെടുത്ത് ദർശനം നടത്തി മടങ്ങാറുണ്ട്. ഈ ഉത്സവങ്ങളിൽ കുടുംബസമേതം വന്ന് പങ്കെടുക്കാറുണ്ട്. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്കിപ്പോൾ 50-ഓളമായി ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മളിത് കാണുന്നതിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ആചാരമാണ്. കാരണം ഏഴംകുളം ദേവീക്ഷേത്രം വളരെ വടക്കമുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പണ്ടുകാലത്ത് ഇത്രമാത്രം കാര്യമായ രീതിയിൽ ആഘോഷങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും 21 തൂക്കം വരെ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 21 ആളുകളെ അതേ സമയം തന്നെ നമ്മുടെ ഈ അന്ന് വിശാലമായ പറമ്പുണ്ടായിരുന്നു, കണ്ടമുണ്ട്. നെൽകൃഷിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സജ്ജമായിരിക്കും. ആ സമയത്ത് 21 തൂക്കം വരെ ഇവിടെ നടന്നിരുന്നതായിട്ടാണ് നമുക്ക് അറിയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അത് ഒരു ബലി എന്ന് പറയുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഭഗവതിക്ക് ബലി കൊടുക്കുന്നതായ ഒരു ആചാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വന്നത്. പല ക്ഷേത്രങ്ങളിലും ഉണ്ടെങ്കിലും ഏഴംകുളം തൂക്കം, ഈ 21 തൂക്കം വളരെ പ്രശസ്തവും ധാരാളം ആൾക്കാർ, കാരണം വിദേശ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്ന് അതിൽ പങ്കെടുക്കുകയും അവർ വഴിപാട്ടുകാർ വഴിപാട് നടത്തി പ്രസാദം വാങ്ങിച്ചു പോകും. പിന്നെ കുട്ടികളെ എടുത്തുള്ള തൂക്കം നടത്താറുണ്ട്. പിന്നെ അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ കരയിലുള്ള ആളുകളും ആണ് തൂക്കത്തിന് വരാറുള്ളത്. ഈ കരകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഏഴംകുളം ദേവീക്ഷേത്രം ഉൾപ്പെടുന്ന കരകളുണ്ട്. കരകളാണ് അതിൽ വഴിപാട് നടത്താറുള്ളത്. അതിന് പ്രത്യേകമായ അനുഷ്ഠാനങ്ങളും വ്യവസ്ഥകളും മണ്ണടി ക്ഷേത്രവുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അവിടെ നിന്ന് ആചാരങ്ങളൊക്കെ നടത്തി ഇവിടെ തൂക്കപ്പയറ്റ് മുറകളൊക്കെ വെച്ച് ഗുരുവിൻ്റെ കീഴിൽ അത് കൃത്യമായിട്ട് അഭ്യസിച്ച് വ്രതനിഷ്ഠയോടുകൂടി വളരെ നിഷ്കർഷയോടുകൂടി ചെയ്യുന്നതായ ഒരു അനുഷ്ഠാനമാണ്. ഇതാണ് ഇതിൻ്റെ സ്ഥലത്തിന്. ഇതിൻ്റെ വിശദമായ കാര്യങ്ങളെ പറ്റി ചർച്ചകൾ വളരെ പറയുന്നുണ്ട്. തൽക്കാലം നമ്മുടെ അറിവിൽ ഏകദേശം ഉള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇതാണ് അങ്ങനെ ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാ വർഷവും കുംഭഭരണി മഹോത്സവം കെട്ടുകാഴ്ചകളോടുകൂടി ഇപ്പം തൂക്കം വഴിപാടുകൾ ഇന്നിപ്പോൾ വെളുപ്പിനെ ആരംഭിച്ചത് തൂക്കത്തിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് ഇങ്ങനെ നീണ്ടുപോകാറുണ്ട്. 3-4 ദിവസം വരെ ഇതാണ് നമ്മുടെ അറിവിൽ ഏകദേശം അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏഴംകുളം ദേവീക്ഷേത്രത്തിന്റെ തൂക്കത്തിന്റെ ആശാന്മാരാണ് ഞാൻ. ആർ ശിവൻപിള്ളയും ജി ശിവൻപിള്ളയും. ഞങ്ങളുടെ കുടുംബാവകാശമാണ് ക്ഷേത്രത്തിന്റെ തൂക്കത്തിന്റെ ആശാസ്ഥാനം.
ക്ഷേത്രത്തിലെ തൂക്കം നടക്കുന്നതെന്ന് പറഞ്ഞാൽ വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തൂക്കക്കാർക്ക് മകരഭരണി ദിവസം മുതലും രണ്ടാമത്തെ തൂക്കക്കാർക്ക് ശിവരാത്രി ദിവസം മുതലുമാണ് നോയമ്പിൻ്റെ അനുഷ്ഠാനങ്ങൾ. ആദ്യത്തെ തൂക്കത്തിന് 1 മാസത്തെ നോയമ്പും രണ്ടാമത്തെ വ്രതത്തിന് 10 ദിവസത്തെ നോയമ്പുമാണ് എടുക്കുന്നത്. എടുത്ത് രേവതി മണ്ണടി പോയതിന് ശേഷം രേവതിയാളി നമ്മൾ മണ്ണടി പോയി കുളിച്ചു കഴിഞ്ഞ് ആനയടവി എന്ന് പറയുന്ന സ്വരൂപത്തെ നമ്മളിവിടെ വിളിച്ചുകൊണ്ട് വരികയും ഫൈറ്റ് അവസാനിക്കുകയും ചെയ്യും. പിന്നത്തെ ദിവസം കാർത്തിക ദിവസമാണ് നമ്മൾ രണ്ടാമത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ദിവസം തൂക്കമായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. തൂക്കം നടത്തുന്നത് പറഞ്ഞാൽ സന്താന സൗഭാഗ്യത്തിനും അവനവൻ്റെ കുടുംബത്തിലെ ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഇവിടെ തൂക്ക പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം തൂക്കത്തിനായിട്ട് നമുക്ക് 614 തൂക്കം ഉണ്ടായിരുന്നു. ചില ഈ പൊലാപാലായ്മകൾ വന്നു കഴിഞ്ഞാൽ മാത്രം ഇപ്പോൾ 610 തൂക്കം നടക്കുന്നു. ഇത്രയാണ് ആചാരമായിട്ടുള്ള കാര്യം. ദിവസം മുതൽ വ്രതം എടുക്കുന്ന കന്നിക്കാരുടെ വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 മാസത്തേക്കാണ് വരുന്നത്. അത് 1 മാസത്തേക്ക് നമ്മുടെ ആശാന്റെ വീട്ടിലാണ് പഠിപ്പിക്കുന്നത്. ആ പഠിത്തം കഴിഞ്ഞതിന് ശേഷം ശിവരാത്രി ദിവസം നമ്മൾ അവരെ കൂട്ടി ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ 7 ദിവസത്തെ പരിശീലനമുണ്ട്. ആ പരിശീലനം കഴിഞ്ഞ് മണ്ണടി ക്ഷേത്രത്തിൽ പോയി നമ്മൾ കുളിച്ചു ഒഴുകി വന്നു കഴിയുമ്പോൾ പരിശീലനം പൂർത്തിയാവുന്നു. 2 ദിവസം അവർക്ക് ഇടവേള വരുന്നു. ഇടവേളയ്ക്ക് ശേഷം പിന്നെ കാർത്തിക ദിവസം രാവിലെ മുതൽ തൂക്കം തുടങ്ങുന്ന അവർ ചമയപ്പേരെ പോയി ചമയങ്ങൾ ഒരിഞ്ഞ് ചമയത്തിനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കച്ചപ്പുറം, ചുട്ടി, പച്ച, വെള്ള തോർത്തുകൾ 2, ചുട്ടിത്തോർത്ത്, ഇങ്ങനെ ഇത്രയും വസ്ത്രങ്ങൾ ഒരുങ്ങി പട്ടുടുത്താണ് വരുന്നത്. വന്നതിന് ശേഷം ചൂണ്ടൽ നിറച്ചാണ് അവരെ ബന്ധിപ്പിച്ച് ഒരു പ്രദർശനം കഴിയുന്നതോടുകൂടി ആ ചടങ്ങ് പൂർത്തിയാവും. പിന്നെ നമ്മൾ താഴെ കൂടെ നടന്നു പോകുന്നത് നമ്മുടെ തൂക്കത്തിൻ്റെ വഴിപാടിൽ വരുന്ന താഴെ കൂടെയുള്ള പ്രദക്ഷിണമാണ് നടന്നത്. ഇത്രയാണ് ചടങ്ങായിട്ട് നടക്കുന്നത്. പിന്നെ നമ്മൾ ചൂണ്ട ഇറക്കുന്നുണ്ട്. പണ്ട് പുരാതന ഇവിടെ നരബലി നടന്ന ഒരു ക്ഷേത്രമാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പ്രാധാന്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ചൂണ്ട, ചെറിയ രീതിയിലുള്ള ഒരു ചൂണ്ട, 2 ചൂണ്ട നമ്മൾ തറച്ചാണ് ദാനമായിട്ട് സങ്കല്പിക്കുന്നത്. ഓരോന്നിനും ഓരോ അവകാശികളാണ്. ഞങ്ങൾ ആശാസ്ഥാനം ചൂണ്ടൽ വാഴുവേലി കുടുംബത്തിലാണ്, ചുട്ടികുത്തുന്ന ഞാറുവേലത്ത് കുടുംബമാണ്, മേളം അയ്യപ്പൻകാവിൽ കുടുംബമാണ്. അങ്ങനെ ഓരോ കുടുംബക്കാർക്കുമാണ് ഇതിൻ്റെ അവകാശം. ദിവസം രാവിലെ നമ്മൾ തൂക്കം തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നിപ്പം തീയതി എന്ന് പറഞ്ഞാൽ 5 തീയതി. 5, 6 2 പകലും 2 രാത്രിയും ഓടിയതിന് ശേഷമാണ് തീരുന്നത്. അതായത് നട പിന്നെ അടയ്ക്കത്തില്ല, തൂക്കം തുടങ്ങിയാൽ നട അടയ്ക്കത്തില്ല, അങ്ങനെ പോകും. അങ്ങനെ ഈ ലാസ്റ്റിൽ വളരെ ദീപാരാധനയോടുകൂടി വെളുപ്പാങ്കാലത്ത് തീരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നട അടച്ച് അടയും. അപ്പം അതോടുകൂടി ഞങ്ങൾ ഈ ചടങ്ങ് പൂർത്തിയാവും. എല്ലാ കരയിലെ അംഗങ്ങളും ഈ കരപ്പുറത്തുള്ളവരുടെയാണ് ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അമ്മയെ രവീന്ദ്രൻജി കൊച്ചുവേളം കൊടുത്ത് ഓമനക്കുട്ടൻ ഇറക്കുന്നുണ്ട് കുട്ടിയെടുത്ത് സദാനന്ദൻ തേങ്ങകൾ കുട്ടിയെടുത്ത് മങ്ങാടുമുറിയുടെ തൊട്ട് കഴിഞ്ഞാൽ അടുത്തതായി 20ാം വളയുന്നു തിരുവനന്തപുരം മുറിയുടെ തൊട്ടമാണ് വഴിപാടുകാർ രാജേഷ് കുമാർ വലിയവിള താഴേതിൽ ദ്രോണ ഗണേഷ് അമൃതം അർജുൻ പ്രസാദ് നടക്കുവാൻ പോകുന്ന
കുളത്തമ്മയെ ചേലേഴും കൊടുങ്ങല്ലൂരംബികയെ ഏഴം കുളത്തമ്മയെ ചേലേഴും കൊടുങ്ങല്ലൂരംബികയെ നേരിന്നു പൊരുളായ സകലേശ്വരി എന്നും പാരിന്നു തണലേകം ഭുവനേശ്വരി നേരിന്നു പൊരുളായ സകലേശ്വരി എന്നും പാരിന്നു തണലേകം ഭുവനേശ്വരി വെണ്ണില ചിരിയോടെ കടൽ പോലെ വരം തരും ഏഴം കുളത്തമ്മയെ ചേലേഴും കൊടുങ്ങല്ലൂരംബികയെ ഈ 10 കരപ്പുറത്തും വരുന്ന ഭക്തജനങ്ങളുടെ അനുഗ്രഹം അമ്മയുടെ ഇതിലുണ്ടാകുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ഒരു ക്ഷീണവും കൂടാതെ ഈ 2 ദിവസം രാവിലെ ഉറങ്ങത്തില്ല. ഞങ്ങൾ എല്ലാ ആൾക്കാരും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ നടക്കും. നന്ദി, നമസ്കാരം. ഈ ചാനൽ കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഭഗവതിയുടെ ദേവി ഞങ്ങൾ സമർപ്പിക്കും. കൈകളാൽ പരിപാലിനി 1000 കൈകളാൽ സംഹാരിനി 10000 കൈകളാൽ പരിപാലിനി സിംഹവാഹിനി സന്താനദായിനി സിംഹവാഹിനി സന്താനദായിനി സന്താപസാഗര കരേറ്റും പ്രഭമയേ